നിലമ്പൂരിൽ എന്ത് നിലപാടെടുക്കണമെന്നതിൽ തൃശങ്കുവിലായി PV അൻവർ. മുന്നണി പ്രവേശനത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം പാളി. UDFനുള്ള പിന്തുണയുടെ കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ നിലപാട് പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞ PV അൻവർ വീണ്ടും 2 ദിവസത്തെ കാത്തിരിപ്പിലാണ്. ശ്രീജിത്ത് ഉണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ അൻവർ, VD സതീശൻ ഉന്നവിട്ട് നടത്തിയ പ്രസ്താവനകൾ അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എന്തായിരിക്കും അൻവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, ശ്രീജിത്ത്? ഉന്മേഷ്, അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം അത് LDFനെതിരാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരാണ്, CPIMനെതിരാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ UDFനൊപ്പം നിന്ന് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുകയാണ് അൻവറിന് മുന്നിലുള്ള പോംവഴി. അതുകൊണ്ട് തന്നെ അൻവർ ആ ദിശയിലേക്ക് തന്നെ വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അൻവറുമായി കൂടിയാലോചനകൾ നടത്താനുള്ള പാതകൾ തുറന്നിട്ടുണ്ട്. അത്തരം കൂടിയാലോചനകളിൽ പല നേതാക്കന്മാരും ഇപ്പോഴും കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് വരികയും UDFുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനത്തിലേക്കും പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോഴും ഞാൻ അല്പം മുമ്പ് സംസാരിച്ച KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതുതന്നെയാണ് പറയുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനത്തിലേക്കും പോകില്ല, എന്നാൽ കൂടിയാലോചനകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അതാണ് കോൺഗ്രസ് തുറന്നിടുന്ന ഒരു സമീപനം. ആ സമീപനത്തിലൂടെ അൻവറിനും അകത്തേക്ക് കയറി വരാം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ വഴി, ആ പാത സ്വീകരിക്കാൻ അൻവർ തയ്യാറായേക്കും. കാരണം അൻവറിന്റെ ലക്ഷ്യം ആത്യന്തികമായി CPIMന്, മുഖ്യമന്ത്രിക്ക് അദ്ദേഹം അവകാശപ്പെടുന്ന പോലെയുള്ള പിണറായിസത്തിന് അറുതി വരുത്തലാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള വിവേകം കാണിക്കുമെന്ന പ്രതീക്ഷയാണ് UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.